മാസത്തിന് ശേഷമാണ് ഞാൻ ഇങ്ങനെ ഒരു പൊതുവേദിയിൽ വന്ന് സംസാരിക്കുന്നത്. ശാരീരിക പ്രശ്നങ്ങളായിരുന്നു, ഹോസ്പിറ്റൽ വാസവും 2 തവണത്തെ ആശുപത്രിവാസം, പിന്നെ വിശ്രമവും ഒക്കെ ആയിട്ട് ഇപ്പോഴും ചികിത്സ തുടരുന്നു. എങ്കിലും ഞാൻ എനിക്ക് അങ്ങനെ ഇറങ്ങി വരണമെന്ന് ഞാൻ തന്നെ എൻ്റെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിച്ച് ശീലിപ്പിച്ച് ഇറങ്ങിയതാണ്. അപ്പൊ ഗ്രൂപ്പിൽ അങ്ങനെ സാർ ഇങ്ങനെ ഇട്ടു 2 പുസ്തകങ്ങൾ. അപ്പൊ എനിക്ക് 2 ചെയ്താൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. കാരണം 2 നമ്മുടെ വേണ്ടപ്പെട്ട ആളുകൾ തന്നെയാണ്. 2 പറ്റത്തില്ലാത്തതുകൊണ്ട് ആദ്യത്തേത് എടുത്തു. അങ്ങനെ ഒരു അവതരണത്തിനായിട്ട് മനഃപൂർവ്വമായി തന്നെ ഇറങ്ങി തിരിച്ചതാണ്. കാരണം അല്ലെങ്കിൽ എന്നെ തന്നെ ഒരു ആത്മവിശ്വാസത്തിന്റെ ഒരു ലെവൽ കുറഞ്ഞു പോകുമെന്ന് എനിക്കൊരു പേടിയായി തുടങ്ങിയിരുന്നു. അങ്ങനെയാണ് ഈ ഒരു അവസരത്തിലേക്ക് വന്നത്. ഇന്നലെ അവിടെ വന്നിട്ട് സാറിനെ ഒന്നും നേരത്തെ കാണാൻ പറ്റിയില്ല. ഞാൻ വേറൊരു ഫംഗ്ഷനൊക്കെ ഇറങ്ങി പോകുന്നതായിരുന്നു. ഓക്കെ, അപ്പോൾ സാറിന്റെ പുസ്തകത്തിലേക്ക് ഓണാട്ടുകര ഓർമ്മകൾ. കേരളമൻ ടീച്ചർ പറഞ്ഞ ഒരു കാര്യത്തിൽ ഞാനും ഓണാട്ടുകരയിൽ കാര്യം ജനിച്ച ആളാണ് കേട്ടോ. കാർത്തികപ്പള്ളി താലൂക്ക്. കാർത്തികപ്പള്ളി താലൂക്കിലെ പല്ലന എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാൻ ജനിച്ചു വളർന്നത്. അവിടുന്ന് ഓണാട്ടുകരയിലേക്ക് കല്യാണം കഴിച്ചു വന്നു. അങ്ങനെ മൊത്തത്തിൽ ഓണാട്ടുകരക്കാരിയാണ്. ആ ഒരു വികാരം എല്ലാ കാലത്തും ഹൃദയത്തിലുള്ള ഒരാളുമാണ് ഞാൻ. അത് അഭിമാനത്തോടെ പറയുന്ന ഒരു കാര്യവുമാണ്. അപ്പൊ സാറിന്റെ ഈ പുസ്തകം ഓണാട്ടുകര ഓർമ്മകൾ എന്ന് പറഞ്ഞ പുസ്തകം 2023 ഡിസംബറിൽ പുറത്തിറങ്ങിയ പുസ്തകം. ഫസ്റ്റ് പബ്ലിഷ്ഡ് അതാണ് 2023. അപ്പൊ ഈ പുസ്തകം എടുത്ത് നോക്കുമ്പോഴാണ് 50 കുറിപ്പുകളാണ് അതിനകത്തുള്ളത്. 207 പേജുകളിലായി 50 കുറിപ്പുകൾ എന്ന് പറയുമ്പോൾ അത് 50 ആത്മകഥകളെ പഠന വിധേയമാക്കിയിരിക്കുന്ന കുറിപ്പുകളാണ്. അപ്പൊ ഈ 50 എണ്ണത്തെ കുറിച്ച് നമ്മൾ പറയാൻ നിന്ന് എങ്ങും എത്തത്തില്ല. അത് വലിയ റിസ്ക്കുമാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ അതിന്റെ ഒരു ഉപായത്തിൽ കൈകാര്യം ചെയ്യാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അപ്പൊ 207 പേജുകളിലായി വിസ്തരിച്ചിട്ടുള്ളൊരു പുസ്തകമാണ്. ആത്മകഥ എന്ന് പറഞ്ഞാൽ നമുക്ക് പരിചിതമായ ഒരു സംഗതിയാണ്. ആത്മകഥ, ജീവചരിത്രം, ഇവയൊക്കെ വളരെ പരിചിതമായിട്ടുള്ള സംഗീതങ്ങളാണ്. ഒരാൾ അയാളുടെ തന്നെ കഥ എഴുതുന്നു ആത്മകഥയിൽ. അങ്ങനെ നമുക്കറിയാം അല്ലെ. ജീവചരിത്രത്തിന് ചരിത്രത്തിൻ്റെതായ വസ്തുനിഷ്ഠതയുണ്ട്. ആത്മകഥയ്ക്ക് കഥയുടേതായ ആത്മനിഷ്ഠതയും തീർച്ചയായിട്ടും ഉണ്ട്. ഒരാളുടെ വ്യക്തിസത്തയെ കലാപരമായി ആവിഷ്കരിക്കുന്ന ഒരു സംഗതിയാണ് ആത്മകഥ എന്നുള്ളത് കൊണ്ട് അതിന് വൈകാരികമായും പ്രജ്ഞാപരമായിട്ടും പ്രാധാന്യം, ഒരു മൂല്യം. ഒരാൾ ആത്മകഥ എഴുതുമ്പോൾ അയാളുടെ ചുറ്റുപാടുമുള്ള ചില ആളുകളോടും സന്ദർഭങ്ങളോടും സമൂഹത്തോടും ഒക്കെ ചേർത്ത് വെച്ചുകൊണ്ട് പറയാൻ ശ്രമിക്കുന്ന ഒരു സംഗതിയാണ്. ഡോക്ടർ ജോൺസൺ പറഞ്ഞിട്ടുണ്ട്, ഒരാളുടെ കഥ അയാൾ തന്നെ എഴുതുന്നതാണ് എപ്പോഴും നല്ലത്. പക്ഷെ തിരിച്ചും പറയാമോ, മറ്റൊരാൾ എഴുതിയാൽ എന്താ കുഴപ്പം, അങ്ങനെയും പറയാം. 2 ചാൻസ് ഉണ്ടെന്നും മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മുടെ ആത്മകഥ എന്ന് പറയുന്ന ലക്ഷണങ്ങളുണ്ട്. ആത്മകഥയുടെ ലക്ഷണങ്ങളുടെ ചില കൃതികൾ സ്മരണ എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട്. സ്മരണയുടെ ലക്ഷണങ്ങളുള്ള കൃതി ആത്മകഥ എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട്. അപ്പൊ സ്മരണയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിൽ എപ്പോഴും അപര പ്രാധാന്യമുള്ള അപരകഥ. നമ്മുടെ നൂറനാട് സുരേഷ് സാറിന്റെ അപരകഥ എന്ന പേരിലുള്ള ആത്മകഥയെ പറ്റി സാറി പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. സ്മരണയിൽ എപ്പോഴും നമ്മൾ ഈ പുസ്തകത്തിൽ തന്നെ 2 അങ്ങനത്തെ സ്വഭാവമുള്ള ചില കുറിപ്പുകളുണ്ട്, അല്ലെങ്കിൽ ചില ആത്മകഥകളെ പറ്റിയുള്ള കുറിപ്പുകളുണ്ട്. അപ്പോൾ സ്മരണയുടെ സ്വഭാവം ചിലപ്പോൾ ആത്മകഥ എന്നുള്ള പേരിൽ വരാം, ആത്മകഥയുടെ സ്വഭാവമുള്ള ചിലപ്പോൾ സ്മരണ എന്ന പേരിൽ വരാം. ഇതെല്ലാം തന്നെ ഒരാളുടെ ആത്മഭാഷണമായിട്ടാണ് വരുന്നത്. അപ്പൊ ഈ പുസ്തകത്തില് 50 ആത്മകഥകളെ അല്ലെങ്കിൽ സ്മരണകളെ അല്ലെങ്കിൽ ഓർമ്മകളെ ഒക്കെ വ്യാഖ്യാനത്തിന് വിധേയമാക്കുന്നു. ഇവിടെ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം, ഈ 50 പുസ്തകവും ജോൺസൺ സാറ് വിസ്തരിച്ച് വായിച്ചിരിക്കുന്നു. വെറുതെ ഒന്ന് നോക്കിക്കണ്ട് കടന്നു പോവുകയല്ല. നമ്മൾ സ്വന്തമായിട്ടൊരു കുറിപ്പ് തയ്യാറാക്കിയാൽ ഞാനിപ്പോൾ ഒരു കഥ എഴുതുന്നു, അല്ലെങ്കിൽ കവിത എഴുതുന്നു, ഒരു ലേഖനം എഴുതുന്നു എന്നതിനേക്കാൾ എത്രയോ ഇരട്ടി പ്രയാസമുള്ള ഒരു കാര്യമാണ് മറ്റൊരാൾ എഴുതി വെച്ചൊരു സാധനത്തെ ചില പ്രത്യേക മാനദണ്ഡങ്ങൾ വെച്ചുകൊണ്ട് വായിച്ച് വ്യാഖ്യാനിച്ച് കുറിപ്പ് തയ്യാറാക്കുക എന്ന് പറഞ്ഞാൽ. ഈ 50 എണ്ണം വായിച്ച് തീർക്കാനെടുക്കുന്ന സമയം തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക. അതിൽ ഏറ്റവും ആദ്യം പറഞ്ഞിരിക്കുന്ന പുതുപ്പള്ളി രാഘവന്റെ സ്മരണകൾ, വിപ്ലവസ്മരണ എന്ന് പറയുന്ന ആ ഒരു പുസ്തകത്തെ കുറിച്ച് സാർ ഏറ്റവും കൂടുതൽ ഈ പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ആ ലേഖനത്തിലാണ്. സ്ഥലം 18 പേജിലായാണ് ആ പുസ്തകത്തെ കുറിച്ച് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. ബാക്കിയെല്ലാം 2-3 പേജുകളായി വരുന്നതാണ്. പക്ഷെ ഇതിനായാലും ശരി 50 എണ്ണവും വായിച്ചു തീർക്കുക എന്ന് പറയുന്നത്, അതിൽ പ്രത്യേകിച്ചും ശ്രീകുമാരൻ തമ്പി സാറിന്റെ ജീവിതം ഒരു പെൻഡുലം എന്ന ആത്മകഥ 1000-ലേറെ പേജ്, 1024 അതിലുണ്ട്, അതിനേക്കാൾ കൂടുതലുണ്ട്. ചിത്രങ്ങൾ സഹിതം അത്രയും വരുന്ന 1000-ലധികം പേജുകൾ വരുന്ന ഒരു പുസ്തകം ഞാനത് ഇതുവരെ പകുതിയാക്കിയിട്ടുള്ളൂ, മേടിച്ചു വെച്ചിട്ടുണ്ട്, പകുതിയാക്കാനേ പറ്റിയിട്ടുള്ളൂ. അത് മുഴുവൻ സാറ് വായിച്ചിരിക്കുന്നു. അത് ആ കുറിപ്പ് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും സാർ ആ പുസ്തകത്തെ ആഴത്തിൽ വായിക്കുകയും പഠിക്കുകയും ചെയ്തിട്ടാണ് എഴുതിയിരിക്കുന്നത്.
അപ്പൊ നമ്മളെ പോലെ ഇതിലൊക്കെ താല്പര്യം കൊണ്ടായിട്ടും വായിക്കാൻ പറ്റാതെ പോകുന്ന പല കാരണങ്ങൾ കൊണ്ട് വായിക്കാൻ പറ്റാതെ പോകാം. സമയം ഇല്ലായ്മയോ താല്പര്യം ഉണ്ടെങ്കിൽ കൂടി. അപ്പൊ അങ്ങനെ നമ്മളെ പോലെയുള്ള ആളുകൾക്ക് വേണ്ടി ആ പുസ്തകങ്ങൾ അത്രയും സാറ് വായിച്ച് അതിനെപ്പറ്റി നന്നായി വിശകലനം ചെയ്തുള്ള കുറിപ്പുകൾ എഴുതിയെന്ന് പറയുമ്പോൾ അത് നമ്മളെ പോലെയുള്ളവർക്ക് വേണ്ടി സത്യത്തിൽ ജോൺസൺ സാർ ചെയ്യുന്ന ഒരു സേവനമെന്നോ അല്ലെങ്കിൽ സഹായമെന്നോ പറയേണ്ടി വരും. അത്രയ്ക്ക് ഉപകാരപ്രദമാണ്. ഈ പുസ്തകം വേണ്ടത്ര വായനക്കാരിൽ എത്തിയിട്ടില്ല എന്ന് പറയുമ്പോൾ അതൊരു മനപ്രയാസമാണ്. ഇത് ആക്ച്വലി ആളുകളിലേക്ക് എത്തേണ്ട പുസ്തകമാണ്. കാരണം നമ്മുടെ ഓണാട്ടുകരയിൽ ഇത്രയും ആളുകൾ ഇത്രയും ആത്മകഥകൾ എഴുതിയിട്ടുണ്ടെന്നുള്ളത് പുതിയ അറിവ്. ഇത് വായിക്കുമ്പോൾ എന്നെ സംബന്ധിച്ച് ഒത്തിരി പുതിയ ഇൻഫർമേഷൻസ് കിട്ടി ഈ പുസ്തകത്തിൽ നിന്ന്. ഒരുപാട് പുതിയ അറിവുകൾ. ഞാൻ ഒരു മലയാള അധ്യാപിക എന്നുള്ള നിലയിൽ കുറച്ചൊക്കെ വായിക്കുന്ന ഒരാളാണെങ്കിൽ പോലും എന്റെ വായന എത്ര പരിമിതമാണെന്ന് നമുക്ക് തോന്നിപ്പോയി. ഈ പുസ്തകത്തിൽ എനിക്ക് തോന്നിപ്പോയി ആ പുസ്തകം നോക്കുമ്പോൾ. അത്രമേൽ 50 പുസ്തകം ചെറിയ കാര്യമല്ല, അത്രയും വായിച്ച് അതിനെപ്പറ്റി അദ്ദേഹം എഴുതിയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ പുതുപ്പള്ളി രാഘവന്റെ വിപ്ലവ സ്മരണകള്, പിന്നെ തോപ്പിൽ ഭാസിയുടെ ഒളിവിലെ ഓർമ്മകൾ, ഓ മാധവന്റെ ജീവിത ഛായകള്, എസ് ഗുപ്തൻ നായർ സാറിന്റെ മനസാ സ്മരാമി, പുതുശ്ശേരി രാമേന്ദ്രന്റെ തിളച്ച മണ്ണിൽ കാൽനടയായി, അങ്ങനെ അങ്ങോട്ട് തുടങ്ങി. പിന്നീട് അപ്പൂപ്പൻകുട്ടിയായിരുന്നപ്പോൾ പി എം മാത്യു വലിയൂരിന്റെ, ശ്രീകുമാരൻ തമ്പിയുടെ ജീവിതം ഒരു പെൻഡുലം, രാധാലക്ഷ്മി പത്മരാജൻ എന്റെ ഗന്ധർവൻ, അത് കഴിഞ്ഞിട്ട് KPSC സുലോചനയുടെ അരങ്ങിലെ അനുഭവങ്ങള്, അങ്ങനെ പറഞ്ഞു വന്നാൽ ഇഷ്ടംപോലെ പിന്നെയും KPSC എഴുതേണ്ട കഥ തുടരും ഉണ്ട്. അതുപോലെ തന്നെ MS വല്യത്താന്റെ മയൂരശിഖ, പാറപ്പുറത്തിന്റെ മരിക്കാത്ത ഓർമ്മകൾ, അല്ല അതില്ലാത്ത ഓണാട്ടുകരയുടെ മാത്രം വന്നിരിക്കുക. അങ്ങനെ ഒരുപാട് മറ്റൊത്തിരി ആത്മകഥകൾ മലയാളത്തെ സമ്പന്നമാക്കിയ എത്രയോ ആത്മകഥകളുണ്ട്. സാർ അങ്ങനെ ഒരു മാനദണ്ഡം വെച്ചെടുത്തിരിക്കുന്നത് കൊണ്ട് ഓണാട്ടുകരയിൽ. അപ്പൊ അത് ശരിക്കും ടീച്ചർ പറഞ്ഞ ഒരു കാര്യം, ഇതിനകത്ത് പരാമർശിക്കപ്പെട്ടിട്ടുള്ള ആത്മകഥകൾ എഴുതിയ ആളുകൾ ഒന്നുകിൽ ഓണാട്ടുകരയുടെ പരിമിതമായ ആ ഒരു എലുകയ്ക്കകത്ത് നിൽക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ ഓണാട്ടുകരയിൽ ജനിച്ചിട്ട് അവിടെ നിന്ന് മറ്റുള്ള ഇടങ്ങളിലേക്ക്, അതായത് മലയാളക്കരയിലേക്ക് മൊത്തത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് മൊത്തത്തിൽ ലോകത്തിന്റെ ആകാശങ്ങളിലേക്കൊക്കെ അങ്ങനെ പറന്നും വ്യക്തിത്വം വലുതായി പോയ ആളുകൾ, അങ്ങനെ ഒരുപാട് പലതരത്തിലുള്ള ആളുകൾ ഇതിനകത്ത് പരാമർശിക്കപ്പെടുന്നുണ്ട് ആത്മകഥയുടെ ഭാഗമായിട്ട്. അപ്പൊ ഈ പറഞ്ഞു പോയ ആത്മകഥകളിൽ കുറെ നമുക്കെല്ലാം, ഞാൻ നേരത്തെ പറഞ്ഞു, എല്ലാവരെയും പരാമർശിക്കാൻ എല്ലാത്തിനെയും പരാമർശിക്കാൻ പറ്റുകയില്ല, പരിമിതമായ സമയം എന്നുള്ളത് കൊണ്ട്. എങ്കിലും ചിലതൊക്കെ പറയാതിരിക്കാൻ പറ്റുകയുമില്ല. പുതുപ്പള്ളി രാഘവന്റെ വിപ്ലവ സ്മരണകൾ, ആദ്യത്തെ കുറിപ്പ് അതിനെ കുറിച്ചാണ്. ഞാൻ പറഞ്ഞല്ലോ 18 പേജ് നീളുന്ന. എനിക്കൊന്ന് സാറിന് അത് 18 പേജിൽ ചുരുക്കാൻ പറ്റിയല്ലോ എന്ന് ഞാൻ അത്ഭുതപ്പെടുക. കാരണം 5 വോളിയമായിട്ട് DC ബുക്സ് ഇറക്കിയതാണ്. സ്മരണ ശൃംഖല എന്ന് പറയാവുന്ന, ഒരുപക്ഷെ എനിക്കൊന്ന് മലയാളത്തിലെ ഏറ്റവും വലിയ സ്മരണ ശൃംഖലയും അത് തന്നെ ആയിരിക്കണം. 1992, 94, 95, 96 അല്ല സാർ, ഈ 4 കാലഘട്ടങ്ങളിലായിട്ട് DC ബുക്സ് 5 വോളിയമായി ഇറക്കിയ സ്മരണ ശൃംഖലയാണ് അത്. അത് കേരളത്തിന്റെ സത്യത്തിൽ 75 മുക്കാൽ നൂറ്റാണ്ട് കാലത്തിലെ കേരളത്തിലെ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക ചരിത്രം മുന്നേറുന്നു. അദ്ദേഹം പറയുന്നത് ഈ 8 പതിറ്റാണ്ട് കാലം ജീവിച്ച കാലത്ത് ഞാൻ ഒരുപാട് കാര്യങ്ങളിൽ എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ഞാൻ പങ്കാളിയായിട്ടുണ്ട്, അതിന്റെയൊക്കെ ഓർമ്മകളാണ് എന്റെ അനവധ്യമായ സമ്പാദ്യം എന്ന് അദ്ദേഹം പുതുപ്പള്ളി രാഘവൻ പറയുന്നുണ്ട്. അപ്പൊ ഈ അദ്ദേഹം കടന്നുപോയ ഈ കാലഘട്ടം വാസ്തവത്തിൽ കേരളത്തിന്റെ വളരെ വിഖ്യാതമായ ചരിത്രമാണ്. ആ ചരിത്രത്തിലൂടെ തന്നെയാണ് ഈ ആത്മകഥയിലൂടെ സഞ്ചരിക്കുമ്പോൾ ആ ചരിത്രം നമുക്ക് തൊട്ടറിയാൻ പറ്റുന്നുണ്ട്. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഉദയം, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആദ്യമായി തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിൽ വന്നത്, സർ-CP-യുടെ മർദ്ദന ഭരണം, രാജവാഴ്ചയുടെ അന്ത്യം, പനമ്പള്ളിയുടെ പതനം, ഇങ്ങനെ കുറെ കാര്യങ്ങൾ അതിനകത്ത് വിഷയമാകുന്നു. അപ്പൊ കേരളത്തിന്റെ 75 മുക്കാൽ നൂറ്റാണ്ട് കാലത്തെ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക ചരിത്രത്തിന്റെ ഒരടയാളമാണ് ആ കൃതി, അദ്ദേഹത്തിന്റെ ആത്മകഥയിലൂടെ നമുക്ക് കിട്ടുമെന്ന് പറയുമ്പോൾ അത് കൃത്യമായി വായനക്കാരിലേക്ക് എത്തിക്കാൻ സാർ നന്നായി ശ്രമിച്ചിട്ടുണ്ട്. 18 പേജുകളിലേക്ക് അത് ഒതുക്കി എന്ന് പറഞ്ഞാൽ മതി, അതിനൊക്കെ അപ്പുറത്തേക്കാണ്. പക്ഷെ ആ ഒതുക്കിയ 18 പേജുകളിൽ കൃത്യമായി ഈ മുക്കാൽ നൂറ്റാണ്ടിന്റെ ചരിത്രം നമുക്കറിയാം. അത് മാറ്റി വെച്ചുകൊണ്ട് കേരളത്തിൽ ഒരു ചരിത്രം ഇല്ല എന്നുള്ളത് തന്നെയാണ്. അപ്പൊ ഈ എഴുതി വെക്കുന്നതിൽ ആത്മകഥയാണോ എന്ന് ചോദിച്ചാൽ ആത്മകഥാംശങ്ങൾ ചിലപ്പോ ചിലയിടത്തൊക്കെ കുറവായിരിക്കും. എങ്കിലും
നമുക്ക് ഒഴിവാക്കാനൊക്കാത്ത കൃത്യമായ അടയാളം പതിപ്പിച്ച ഒരു പുസ്തകം എന്ന് തന്നെ പറയണം. ആ രീതിയിലാണ് വിപ്ലവ സ്മരണകളെ സാറ് നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചു തരുന്നത്. മറ്റൊന്ന് എനിക്ക് എടുത്തു പറയാൻ തോന്നിയ മറ്റൊന്ന് നമ്മുടെ പിന്നെ ഗംഗാധരക്കുറുപ്പ് സാറിന്റെ അല്ലേ, അദ്ദേഹം ഋതുഭേദങ്ങളിൽ എന്നുള്ള ആത്മകഥ. ഓണാട്ടുകാരക്കാരൻ എന്നുള്ള നിലയിൽ നമുക്ക് അടുത്തറിയാവുന്ന ഒരാളും ഗംഗാധര പണിക്കർ സാറിന്റെ ഋതുഭേദങ്ങളിൽ എന്ന പുസ്തകം. സാർ എനിക്കൊന്നൊരു 2 പേജോ മറ്റേ അതിനെപ്പറ്റി എഴുതിയിട്ടുള്ളൂ. പക്ഷെ ആ എഴുതിയിരിക്കുന്നതിനകത്ത് നമ്മുടെ മുമ്പിൽ ഗംഗാധര പണിക്കർ സാർ നിൽക്കൊണ്ടിരിക്കുന്നു. കൃത്യമായി ഉയർന്ന രൂപമുള്ള ഒരാളാണ് അല്ലെ, ഉയർന്ന രൂപമുള്ള ഒരാൾ. നല്ല തൂവെള്ള ഖദറൊക്കെ ഇട്ടിട്ട് കറുത്ത കട്ടി കണ്ണടയൊക്കെ വെച്ചിട്ട് ഉയർന്ന രൂപം എന്ന് ഞാൻ എടുത്തു പറയാൻ കാര്യം, ഈ ഉയർന്ന മനസ്സുണ്ട് അദ്ദേഹത്തിന്. ഒരു തരത്തിലും, അതായത് സത്യമാണ് ഏറ്റവും പ്രധാനമെന്നും ധർമ്മത്തിന്റെ പാതയിൽ നമ്മൾ ജീവിക്കണമെന്നും ഒക്കെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു ഉത്തമനായ മനുഷ്യൻ, ഉത്തമനായ അധ്യാപകൻ ആയിരുന്നു അദ്ദേഹം. ഹിന്ദിയിൽ ഉന്നത ബിരുദങ്ങൾ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്. ഇംഗ്ലീഷ് സ്കൂളിലാണ് അദ്ദേഹം ആദ്യകാലത്ത് പഠിച്ചതെന്നൊക്കെ പറഞ്ഞു. എടുത്തു പറയേണ്ടുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, അദ്ദേഹം ഈ ആത്മകഥ തുടങ്ങുമ്പോൾ മാതാവിനെയും പിതാവിനെയും സ്തുതിക്കുന്നത് കവിതകളിലാണ്. അതൊരു പുതുമയാണ്. ആത്മകഥകളിൽ അങ്ങനെ മാതൃസ്തുതിയും പിതൃസ്തുതിയും കാവ്യരൂപത്തിൽ ചെയ്യുന്നു. മറ്റൊന്ന് അദ്ദേഹത്തിന്റെ ചെറുമകൾ, കലാക്ഷേത്രം പാർവതി എന്ന് പറഞ്ഞ ചെറുമകളുടെ മരണം അത്രമേൽ ഹൃദയത്തിൽ ആഴത്തിൽ ബാധിച്ചു പോയ ആ മരണത്തെയും അദ്ദേഹം കവിതയിലാണ് അവതരിപ്പിക്കുന്നത്. അപ്പൊ അന്നത്തെ കാലത്തെ അധ്യാപകനായിരുന്നു എന്ന് ആലോചിക്കണം. അവിടെ രാജകൊട്ടാരത്തിൽ നിന്ന് രാജകുമാരന്മാരുടെ രാജകുടുംബത്തിൽ നിന്നുള്ള കുട്ടികൾ അധ്യാപകനെ വന്ദനം പറയുന്നതിൽ നിന്ന് ഒഴിവാകാൻ വേണ്ടി ക്ലാസ്സിൽ താമസിച്ചു വരും. അങ്ങനെ പറയാൻ പാടില്ല. രാജകൊട്ടാരത്തിൽ നിന്ന് വരുന്ന അല്ലെങ്കിൽ രാജകുടുംബത്തിൽ നിന്ന് വരുന്നവർ അങ്ങനെ പറഞ്ഞുകൂടാന്നാണ്. അപ്പൊ അങ്ങനെ വരുന്ന ആളുകള് അധ്യാപകനെ വന്ദിക്കുന്നതിൽ ഒഴിവാകാൻ വേണ്ടിയിട്ട് താമസിച്ചു വരുന്നവരെ തന്റെ ചിട്ടപ്പടിക്ക് നിർത്തിക്കൊണ്ട് അവരെ സാധാരണ കുട്ടികളുടെ നിലവാരത്തിൽ തന്നെ പരിഗണിക്കുന്ന ഒരു കൂസലില്ലായ്മ അതെടുത്തു പറയേണ്ടതാണ്. ഞാനത് തുടക്കത്തിൽ പറഞ്ഞു. സാറ് ധർമ്മമല്ലാത്ത ഒന്നിനും വേണ്ടി നിലകൊള്ളാത്ത ആളായതുകൊണ്ട് വേണ്ട പോലെ അംഗീകാരങ്ങൾ തേടി വരാത്ത ഒരാളായിരുന്നു എന്നൊരു നിരീക്ഷണം കൂടി ജോൺസൺ സാർ അതിനകത്ത് എഴുതി വെക്കുന്നു. അത് ആണെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരാള് ഒരു 2ാം ഭാഗം ഈ ആത്മകഥയ്ക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഗംഗാധര പണിക്കർ സാറിനെ പോലെയുള്ള ഒരാൾ, ഒരു അധ്യാപകൻ, എങ്ങനെയായിരിക്കണം അധ്യാപകര്, എങ്ങനെയാണ് തന്റെ പിൽക്കാലത്തെ അധ്യാപന അനുഭവങ്ങൾ എന്നൊക്കെ കൂടി പറഞ്ഞേനെ. പക്ഷെ അതുണ്ടായില്ല, കാരണം അതിനെ അനുവദിച്ചില്ല. എങ്കിൽ പോലും അദ്ദേഹത്തിന്റെ സാന്നിധ്യം നമ്മുടെ കൂടെ എത്രയോ വർഷം അത് കൃത്യമായും അത് വളരെ ഫലപ്രദമായി തന്നെ ഉണ്ടായിരുന്നു. അപ്പൊ ആത്മകഥയ്ക്ക് ഒരുപക്ഷെ ഒരു 2ാം ഭാഗം വന്നിരുന്നുവെങ്കിൽ അദ്ദേഹം ആ കാഴ്ചപ്പാടുകളൊക്കെ അവതരിപ്പിച്ചേനെ. അതൊന്നും ഉണ്ടായില്ല. മറ്റൊരു മനസാ സ്മരാമി, പ്രിയപ്പെട്ട പ്രൊഫസർ എസ് പുത്രനായർ സാറിന്റെ മനസാ സ്മരാമി എന്ന ആത്മകഥ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന, അത് ഏറെക്കുറെ എല്ലാവരും വായിച്ചിട്ടുള്ളതും ഒക്കെയാണ്. അദ്ദേഹം മരിച്ചിട്ട് 26 വർഷം കഴിഞ്ഞു. 26 വർഷമായി മരിച്ചിട്ട്. പുത്രനായർ സാറിന്റെ പുസ്തകങ്ങളൊക്കെ വായിക്കുന്നത് നമുക്ക് ധാരണകളുണ്ട് അദ്ദേഹത്തെ കുറിച്ച് നല്ല വ്യക്തമായ ഒരു വാഗ്മി അല്ലെങ്കിൽ പ്രഭാഷകൻ. ഞാനിപ്പോ കഴിഞ്ഞ ദിവസം പത്രത്തിൽ കണ്ടു 26 വർഷമായി. 2007 ആണോ? എനിക്ക് പക്ഷെ ഞാൻ ആ പത്രം നമുക്ക് നോക്കാം ടീച്ചറെ, അത് എനിക്ക് തെറ്റിപ്പോയതാണോ എന്ന് അറിയത്തില്ല. കഴിഞ്ഞ ദിവസം പോയിരുന്നു അല്ലേ? ഓക്കെ, അത് തെറ്റിപ്പോയതാകാം, നോക്കാം ടീച്ചറെ. ആണല്ലേ? 2006 പക്ഷേ കഴിഞ്ഞ ദിവസത്തെ കൗമുദി പത്രത്തിന്റെ ആരെങ്കിലും കണ്ടെന്ന് എനിക്കറിയില്ല. കൗമുദി പത്രം അന്നൊക്കെ 6-ാം തീയതി ആണെന്നും കൗമുദി പത്രത്തിൽ ഞാൻ കണ്ടതാണ്. 26 വർഷമായിരുന്നു. അതിന് അവർക്ക് എങ്ങനെയും മിസ്റ്റേക്ക് പറ്റില്ലാന്ന് പറ്റില്ല. ഓക്കെ ടീച്ചർ, അത് പറഞ്ഞാൽ നന്നായി, കാരണം ഇനി എടുത്ത് പോയിട്ട് അബദ്ധം പറയാതിരിക്കാൻ പറ്റും. ഓക്കെ, അപ്പോ അങ്ങനെ എസ് പുത്രനായർ സാർ എന്ന് പറയാം, അദ്ദേഹത്തിന്റെ ആത്മകഥ മനസാ സ്മരാമി നമുക്ക് വളരെ അറിയാവുന്ന ഒരു സംഗതിയാണ്. അപ്പൊ കേരളത്തിന്റെ ഒരു പ്രത്യേക കാലഘട്ടത്തിലെ കലാ, സാഹിത്യ, സാമൂഹിക, സാംസ്കാരിക രംഗങ്ങളുടെ ഒരു നേർക്കാഴ്ച എന്ന നിലയിൽ നമ്മുടെ മുമ്പിൽ കിട്ടിയ ഒരു പുസ്തകമാണ് മനസാ സ്മരാമി എന്ന് പറയുന്നത്. പൊതുവെ നമുക്കറിയാവുന്ന രീതിയിൽ വളരെ ലളിതമായി എഴുതുന്ന ഒരാള്, വലിയ വിവാദങ്ങൾക്കോ പ്രസ്താവനകൾക്കോ ഒന്നും പോകാത്ത ഒരാള്, നല്ല അധ്യാപകൻ, അങ്ങനെ പ്രഭാഷകൻ എന്നുള്ള നിലയിലൊക്കെ പേര് കേട്ടിട്ടുള്ള ഒരാളാണ് പുത്രനായർ സാർ. അദ്ദേഹം തന്റെ ജീവിതകാലത്ത് പരിചയപ്പെട്ട ഒരുപാട് ആളുകളെ കുറിച്ച്, പ്രത്യേകിച്ച്
നീക്കിയതിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ജോൺസൺ സാറിന്റെ ഒരു നിരീക്ഷണം ആ അധ്യായത്തിന്റെ അവസാനത്തെ, ആ ആത്മകഥയുടെ അവസാനത്തെ അധ്യായത്തില് പറയുന്ന ഒരു കാര്യം, അതായത് ബന്ധുവൃത്താന്തം എന്ന ഒരു ചാപ്റ്റർ, അവസാനത്തെ ബന്ധുവൃത്താന്തം എന്ന അധ്യായത്തില് പറയുന്നൊരു കാര്യം, അതായത് ബന്ധുക്കളെ പറ്റി, മകനെയും മകളെയും സഹോദരിയെയും എല്ലാവരെയും പറ്റി വളരെ പേര് മാത്രം പരാമർശിച്ചു പോകുമ്പോൾ തോന്നുന്ന ഒരു, അതായത് ഒരു നിസ്സംഗതയോടുകൂടി അത് പറഞ്ഞു പോവുക മാത്രമാണ്. വ്യക്തി അനുഭവങ്ങളിലേക്ക് കൂടുതൽ കടന്നു ചെല്ലുന്ന തരത്തിലുള്ള ഒരു വിവരണമൊന്നും ആ ഭാഗത്ത് നമ്മളത് പ്രതീക്ഷിക്കും. വായിച്ചു വരുമ്പോൾ ആത്മകഥ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കറിയാമല്ലോ, അത് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും ഉണ്ടായില്ല എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന്റെ ജാതകത്തിൽ ഏതാണ്ട് കൗമാരക്കാലത്തിന് തൊട്ട് ശേഷമുള്ള കാലത്ത് സന്യാസം പറഞ്ഞിരിക്കുന്നു. അത്രയും സന്യാസം പറഞ്ഞിരിക്കുമ്പോ അതിൽ നിന്ന് രക്ഷപ്പെടുത്താനായി അച്ഛൻ്റെ അനന്തരവളെ കൊണ്ട് വിവാഹം പെട്ടെന്ന് നടത്തിച്ചൊരു കഥ പറയുന്നു. അപ്പൊ ആ സമയത്ത് അങ്ങനെ പറയുന്നതൊക്കെ വളരെ ശ്ലോകത്തിൽ കഴിക്കുന്ന പോലെ പറഞ്ഞു പോകുകയല്ലാതെ അതിനെ കുറിച്ച് വിസ്തരിച്ച് എന്തെങ്കിലും പറയാത്ത ഒരു തരം നിസ്സംഗത അവിടെ അദ്ദേഹം പുലർത്തുന്നുവല്ലോ എന്ന് സാറിന്റെ ഒരു നിരീക്ഷണം, സാറിന്റെ ഒരു ആശയം, അത് നമുക്കൊരു വലിയ നഷ്ടബോധം വരുത്തുന്നുണ്ട്. സാറിന്റെ ഒരു സെന്റൻസ് പറഞ്ഞാൽ, ലോകത്തിന്റെ ഉള്ളിന്റെ ലോകത്തെയും, അതായത് ലോകത്തിന്റെ ഉൾസ്ഥലം നമ്മുടെ മനസ്സിന്റെ ലോകം, ഇത് രണ്ടും ആവിഷ്കരിക്കാൻ തയ്യാറാകാത്ത ഒരു നിസ്സംഗത അദ്ദേഹം പുലർത്തി എന്നുള്ളത് ഒരു നഷ്ടം നമ്മുടെ മനസ്സിൽ തോന്നിക്കുന്നു എന്നൊരു അഭിപ്രായം ജോൺസൺ സാർ അവിടെ പറയുന്നത് കറക്റ്റാണെന്ന് എനിക്കും തോന്നി. കാരണം എന്ന് വെച്ചാൽ ഒരാളുടെ ആത്മകഥ വായിക്കുമ്പോൾ നമ്മൾ ആ വ്യക്തിയെ, ഞാൻ നേരത്തെ പറഞ്ഞ ഒരു വ്യക്തി അയാളുടെ സത്തയെ കലാപരമായി ആവിഷ്കരിക്കുന്ന ഒരു സംഗതിയാണ് ആത്മകഥ എന്ന് പറയുന്നത്. ആ കലാപരമായ ആവിഷ്കരണത്തിൽ ഇതൊക്കെ തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നു. വ്യക്തി അനുഭവങ്ങൾ, സാമൂഹികമായിട്ടുള്ള കാര്യങ്ങൾ, ചുറ്റുപാടുകളൊക്കെ വരും. അപ്പൊ അവിടെയൊക്കെ അദ്ദേഹം എന്തുകൊണ്ടോ നിസ്സംഗത പാലിച്ചു, നിസ്സംഗത പുലർത്തിപ്പോയി എന്ന് പറയുന്ന ഒരു സംഗതി. തുടർന്ന് ശ്രീകുമാരൻ തമ്പിയുടെ ജീവിതം ഒരു പെൻഡുലം, സാറിനകത്ത് ഏറ്റവും ഹെർക്കൂലിയൻ ടാസ്ക് എടുത്ത സംഗതി രണ്ടാമത്തെ ഇതാണ്. 1000-ലേറെ പേജുള്ള പുസ്തകം വായിച്ചെടുത്തു എന്ന് പറയുന്നത് വലിയൊരു സംഭവമാണ്. അപ്പോൾ ശ്രീകുമാരൻ തമ്പി, KPFN സാറിന്റെ ഒരു സെന്റൻസ് എപ്പോഴും ശ്രീകുമാരൻ തമ്പിയെ കുറിച്ച് പറയുമ്പോൾ ക്ഷോഭിക്കുന്നവരുടെ സുവിശേഷം, അത് പറയാൻ തോന്നും ചിലപ്പോഴൊക്കെ. കാരണം ശ്രീകുമാരൻ തമ്പി, ഞാൻ അദ്ദേഹത്തോട് 2.5 മണിക്കൂർ സംസാരിച്ചിട്ടുണ്ട്. ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. ജനയുഗത്തിന്റെ കവർ സ്റ്റോറി ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹവുമായിട്ട് 2.5 മണിക്കൂർ സംസാരിച്ച് കുറേ കാര്യങ്ങൾ, വ്യക്തിപരവും സിനിമാ ജീവിതവും എഴുത്ത് ജീവിതവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ അദ്ദേഹത്തോട് സംസാരിക്കാൻ ഇടവന്നിട്ടുണ്ട്. അവിടെയൊക്കെ നമുക്ക് ഈ എപ്പോഴും ഉണ്ടല്ലോ, ഒന്നിനോടും അധികം കോംപ്രമൈസ് ചെയ്യാത്ത, അനീതിയാണെന്ന് തോന്നുന്നതിനോട് ശക്തമായ ഭാഷയിൽ പ്രതികരിക്കാൻ തയ്യാറാകുന്ന അങ്ങനെ ഒരാള്, പക്ഷെ ജീവിതത്തിലെ കടുത്ത ആഘാതങ്ങൾക്കകത്ത് ആദ്യം വീണ് പോവുകയും പിന്നീട് എഴുന്നേറ്റ് വരികയും ചെയ്യുന്ന ഒരു മനുഷ്യൻ. അതിൽ നിന്ന് ആ ഒരു കണക്കുകൂട്ടലിൽ നിന്നാണ് സുഖം ഒരു ബിന്ദു, ദുഃഖം ഒരു ബിന്ദു, ബിന്ദുവിൽ നിന്നും ബിന്ദുവിലേക്ക് ഒരു പെൻഡുലമാടുന്നു ജീവിതം, അത് ജീവിതം. ആ ജീവിതം ഒരു പെൻഡുലം എന്ന പേര് തന്നെ അദ്ദേഹം അതിന് കൊടുത്തത് കാരണം തന്നെ അതാണ്. കാരണം സന്തോഷാനുഭവങ്ങളും സങ്കടാനുഭവങ്ങളും കൂടി ചേർന്നിട്ട് ജീവിതത്തെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ മനുഷ്യർക്ക് ഉത്തരവാദിത്തമാണ് അതിനകത്ത് ബാലൻസ് ചെയ്ത് നിൽക്കുക എന്നുള്ളത്. ചിലർ വീണ് പോകും, ചിലർ എഴുന്നേൽക്കും. അപ്പൊ ഇത് രണ്ടും ചേർന്നിട്ടുള്ളതാണ് ജീവിതം എന്ന് പറയുന്ന ആ ഒരു തത്വശാസ്ത്രത്തെ ജീവിതം ഒരു പെൻഡുലം എന്ന് പറയുന്ന പുസ്തകത്തിൽ അവതരിപ്പിക്കുമ്പോൾ ശ്രീകുമാരൻ തമ്പി എന്ന് പറയുന്നത് നമുക്ക് കാണാൻ പ്രത്യക്ഷത്തിൽ കഴിയുന്ന ഒരു മനുഷ്യന്റെ അപ്പുറത്തേക്ക് ആഴത്തിൽ അദ്ദേഹത്തെ കുറച്ച് കൂടുതൽ അറിയാനുള്ള ശ്രമം നമ്മുടെ ജോൺസൺ സാർ നടത്തുകയും അത് അതേപടി നമ്മുടെ മുമ്പിൽ എഴുതി അവതരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കുന്നതിന് അപ്പുറത്തേക്കുള്ള